കോൺഗ്രസ് നേതൃയോഗം ഇന്ന് ശശി തരൂർ പാർട്ടിക്ക് പ്രതിസന്ധി തീർക്കുന്ന വിഷയം ചർച്ചയാകും. വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വാസം. തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങളാണ് പ്രധാന അജണ്ട. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും ഇന്നത്തെ നേതൃയോഗത്തിൽ പ്രധാന ചർച്ച. അതോടൊപ്പം തന്നെ ഈ ശശി തരൂർ പാർട്ടിക്ക് പ്രതിസന്ധി തീർക്കുന്ന വിഷയവും ചർച്ചയിൽ വരും. വിവരങ്ങൾ. പ്രധാനപ്പെട്ട വിഷയം തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ എത്തരത്തിൽ വിജയം നേടാം എന്നത് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാകും പ്രധാനമായും ചർച്ച ചെയ്യുക. ഓൺലൈനായിട്ടാണ് ഈ നേതൃയോഗം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി പാർട്ടി നേരിടുന്ന സമയത്തിൽ കൂടിയാണ് നേതൃയോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂർ വിഷയം നേതൃയോഗത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ശശി തരൂര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് ശശി തരൂരിന്റെ ലേഖനവും അതുപോലെ തന്നെ അഭിമുഖവും ഒക്കെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ അകത്ത് പ്രതിസന്ധി തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ശശി തരൂർ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്, ആശങ്കയുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇതിൽ ലേഖനം ആദ്യഘട്ടത്തിൽ ശശി തരൂരിന്റേതായിട്ട് പുറത്തു വന്ന സമയത്തിൽ തന്നെ ഈ AICCയെ നേരിട്ട് ഈ വിവരം അറിയിക്കുകയും AICC തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള ആവശ്യവുമാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു അഭിമുഖം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിഷയങ്ങളിൽ ഒരു പരിഹാരം അത് ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് സംസ്ഥാന നേതൃത്വം നിലവിലുള്ളത്. സംസ്ഥാന നേതൃത്വത്തിനകത്ത് തന്നെ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ശശി തരൂരിനെ അനുകൂലിച്ചുകൊണ്ടും നേതാക്കൾ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ്. ശശി തരൂരിനെ പിണക്കാതെ കൂടെ നിർത്തണമെന്നൊരു വിഭാഗം പറയുമ്പോൾ ശശി തരൂർ നിലവിൽ കാണിക്കുന്നതൊക്കെ തന്നെ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി തീർക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ അനുകൂലിച്ചുള്ള ശശി തരൂരിന്റെ പല നിലപാടുകളും കോൺഗ്രസിന് ഒരു പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ യോഗം ചേരുന്നത്. എന്തായാലും പ്രധാന അജണ്ടയായിട്ട് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളും അതിന്റെ മുന്നൊരുക്കങ്ങളുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ശശി തരൂരിന്റെ വിഷയവും നേതൃയോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. യോഗം എപ്പോഴാണ് ഉണ്ടാവുക? അതോടൊപ്പം തന്നെ ഈ നേരത്തെ തന്നെ ശശി തരൂരിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നേതൃത്വത്തിൽ ഈ നേതാക്കൾക്കെല്ലാം ഭിന്നാഭിപ്രായം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടതുണ്ട്. കെ മുരളീധരൻ ഇന്നലെ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടെ നിന്ന് പരിഹരിക്കണം എന്നാണ്. എന്നാൽ മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ഇത് തങ്ങൾക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. ഈ നേരത്തെ തന്നെ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും, അതായത് തരൂറിന്റെ വിഷയം അത് സംസ്ഥാന നേതൃത്വത്തിന് അതിൽ ഇടപെടുന്നതിൽ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. പ്രവർത്തക സമിതി അംഗമാണ് തരൂർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തരൂറിനെതിരെ ഒരു നിലപാട് നിർദ്ദേശിക്കണമെങ്കിൽ അത് ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടികൾ തരൂറിനെതിരെ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. അത് ആ ലേഖനം ഈ വ്യാവസായിക മേഖലയെ, സംസ്ഥാനത്തിന്റെ വ്യാവസായിക മേഖലയെ ഉൾപ്പെടെ പുകഴ്ത്തിക്കൊണ്ട്, സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള തരൂരിന്റെ ലേഖനം പുറത്തു വന്ന സമയം മുതൽ തന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്തിരുന്ന നിലപാട് അത് തന്നെയായിരുന്നു. അതിനുശേഷം തരൂര് വീണ്ടും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും നിലപാടുകൾ കടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെയാണ് തരൂരിന്റെ ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുമെന്ന തരത്തിലുള്ള ആശങ്കകൾ അകത്ത് ഉയരുന്നുണ്ട്. അപ്പോഴും ഒരു വിഭാഗം തരൂരിനെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. തരൂർ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തരൂരിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം കെ മുരളീധരൻ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തരൂരിനെതിരെ ഉയർത്തുകയുമുണ്ട്. എന്തായാലും അടുത്ത ഘട്ടത്തിൽ തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് സംസ്ഥാന
സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയം നേതൃയോഗത്തിലടക്കം ചർച്ച ചെയ്യുകയും അത് നേരിട്ട് ഹൈക്കമാൻഡിൽ അറിയിച്ച് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു തീരുമാനം, ഒരു പ്രശ്ന പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് നേതാക്കളുടെ ഒക്കെ തന്നെ ആവശ്യം. ആ വിഷയം അടക്കം നേതൃയോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ എത്തരത്തിൽ മുന്നേറാം എന്നുള്ളത് തന്നെയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളായാലും ഈ കഴിഞ്ഞ തവണ ഉണ്ടായ പരാജയത്തിൽ നിന്നൊക്കെ തന്നെ മുന്നേറേണ്ടതായിട്ടുണ്ട്. വലിയ വിജയം കോൺഗ്രസിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിലവിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ എത്തരത്തിൽ വിജയം നേടാം, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുമ്പോൾ എത്തരത്തിൽ അടിത്തറ വിശാലമാക്കാം, ജനങ്ങളിലേക്ക് എത്തരത്തിൽ ഇറങ്ങിച്ചെല്ലാം ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതാണ് അറിയുന്നത്. ശരി സൂര്യ, തുടരുക.